ജാൻമണി. ഈ നാറി തള്ള അതിനെ വിളിച്ച് മാപ്പ് പറയുകയും സുല്ലിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താൻ ചെയ്ത തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് പിന്നെ എന്ത് പ്രവർത്തനത്തിനാണ് ഈ മൊട്ടച്ചിന്റെ കൂടെ വന്നിരുന്നത് ഈ അപരാധം പറയണത്? നിങ്ങൾ തള്ളേ നല്ല നേരെ തന്തയെന്നാ വിളിക്കേണ്ടത്. ഈ മണിയും തൂക്കിയിട്ട് ആട്ടിക്കൊണ്ട് കിടന്നിട്ട് ഉടുപ്പ് മാറ്റിയിട്ടുണ്ട് കിടന്നാൽ ഒന്നും നീ ഒന്നും ട്രാൻസ് ആകത്തില്ല. സത്യം പറഞ്ഞാൽ ട്രാൻസ് വിഭാഗത്തിന് അപമാനകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ജാൻമണിയാണ് ഏറ്റവും കൂടുതൽ അവഹേളിച്ചത്. അതായത് അതിനു മുമ്പ് നാദിറ മെഹറിൻ അതിനകത്തേക്ക് കടക്കുകയും അതിനു മുമ്പ് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ട്രാൻസ് വിഭാഗത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മനസ്സിലാക്കലുകൾക്ക് നേർ വിപരീതമായിട്ട് ടോക്സിക് ആയിട്ട് ഒരു ക്യാരക്ടർ ഇവർക്ക് ഉണ്ടെന്നും ഒരു കാര്യമില്ലാതെ ഒരു അഗ്രസീവ്നെസ് കാണിക്കുമെന്നുള്ളത് തെളിവായിരുന്നു ജാൻമണി. എനിക്കിപ്പോ വീട്ടിൽ പാനാം എന്ത് പെർഫോമൻസ് ആയിരുന്നു പട്ടി ആയിരുന്നു ഈ സ്ത്രീ എന്നത് കിടന്ന് കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്താ പറയണേ? ഹെൽനോസ് പാട്ടയ്ക്ക് അത്രയും ഫെയിം ഇല്ലാന്നോ? ഹെൽനോസ് പാട്ടയാണ് ആദ്യം ഫെയിം ആയത്. അവൾക്ക് പിറകിൽ വന്നതേ നീയൊക്കെ ഉള്ളൂ. അവൾക്കുള്ള അക്സെപ്റ്റൻസ്, സൊസൈറ്റിക്കുള്ള അക്സെപ്റ്റൻസ് നിങ്ങൾക്കില്ല. തെറിയോ? അതൊരു ഇമോഷണൽ ഡിസ്ചാർജ് ആണ് ഒരു സ്ത്രീ പറയുമ്പോൾ. ഒരു സ്ത്രീക്ക് അത് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് അവളെ കൊണ്ട് എത്തിച്ചത് ലൈവ് സെക്ഷനാണ്. ലൈവ് സെക്ഷൻ ഏത് സ്ത്രീ ഇരുന്നാലും തെറി വിളിച്ചു പോകും. അമ്മാതിരി വർത്തമാനമാണ് കൊണ്ടുവന്ന് എഴുതി വെക്കുന്നത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രതികരിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലാന്ന് ധൈര്യസമേതം ആദ്യം പറഞ്ഞത് ഹെലനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവനൊക്കെ വന്ന് പോക്കൃത്തരം എഴുതിയിടുമ്പോൾ അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉപരി പച്ചയ്ക്ക് അങ്ങോട്ട് പറയുക എന്നുള്ളതാണ്. മറിച്ചത് ഒന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ആ പൂവ് നിന്റെയൊക്കെ അമ്മച്ചിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് കൃത്യമാണ്. പൂവിനെ പറ്റി എക്സ്പ്ലനേഷനും പൂവ് തരുവോ, പൂവ് നക്കിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവന്മാരുടെ അടുത്ത് ആ രീതിയിൽ തന്നെ സംസാരിക്കാൻ ഹെലനാണ് ആദ്യം പഠിപ്പിച്ചത് സൊസൈറ്റിയെ. ഹെലൻ കൂടെ തന്നെയാണ് എല്ലാവർക്കും അത് മനസ്സിലായി തുടങ്ങിയത്. എന്താണ് ആ കുട്ടിക്ക് ഒരു കുഴപ്പം? ധന്യ ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നേ? പിന്നെ ഈ പറയുന്ന രീതിയിൽ നീ എവിടെയോ ഓപ്പറേഷൻ ചെയ്തെന്ന് ആസ് എ ഫ്രണ്ടായിട്ട് ജാസിയോട് വിളിച്ച് ചോദിക്കുമ്പോൾ തുറന്നങ്ങോട്ട് കാണിക്കുക ചെയ്യുന്ന തുണിപൊക്കി കാണിക്കലാണോ? എവിടെയാ ചെയ്തതെന്ന് തുണിപൊക്കി കാണിക്കുന്നതാണോ കറക്റ്റ്? ആ ജാസി ചെയ്ത തെറ്റ്. ഈ ജാസിയെ പറഞ്ഞതല്ല, ഞാൻ മറ്റൊരാളെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് തന്നെയല്ലേ വന്നിരുന്നോണ്ട് അലച്ചത്. ഈ ജാൻമണി തന്നെയല്ലേ വന്നിരുന്ന് പറഞ്ഞത് ഞാൻ ജാസി അല്ല പറഞ്ഞത്, ഞാൻ ജാസി പറഞ്ഞപ്പോൾ ഹെലനെയല്ല പറഞ്ഞത്, ഞാൻ വേറെ ഒരാളെയാണ് എന്ന് അവസാനം ഇരുന്ന് മോങ്ങി പറയുന്നുണ്ടായിരുന്നല്ലോ. നീ എന്തിനാ പെണ്ണ് ആണോ? നീ രണ്ടും കെട്ടതേ, നീ എന്തിനാണ് അവളുടെ അടുത്ത് മാപ്പ് പറഞ്ഞത്? അതെന്ത് അടിസ്ഥാനത്തിലാണ് നീ മാപ്പ് പറഞ്ഞത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇപ്പൊ കാര്യങ്ങളൊന്നും അറിയാതെ ഈ പെണ്ണുമ്പിള്ളയും മൊട്ടച്ചിക്കുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ? മൊട്ടച്ചി എവിടെയും ചെന്ന് കുത്തിക്കിഴപ്പുണ്ടാക്കിയിട്ട് ഓടി ഇറങ്ങിപ്പോ. അപ്പം നമ്മുടെ നിക്കർ വിധവയുടെ വീട്ടിൽ പോയി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 2 ഏക്കർ പ്ലോട്ടിന്റെ ഒത്ത നടുക്കാണ് അവർക്ക് വീട് കിട്ടിയിരിക്കുന്നത്. അപ്പുറവും ഇപ്പുറവും സ്പേസ് ഉണ്ട്. 2 ഏക്കർ പ്രോപ്പർട്ടി അങ്ങനെ വിരിച്ച് കിടക്കുകയാണ്. അതിന്റെ നടുക്ക് കുറച്ച് പ്രോപ്പർട്ടിയിൽ അവർക്ക് വീട് കിട്ടി. മറ്റ് പ്രോപ്പർട്ടി പ്ലോട്ട്സുകളൊന്നും വിൽക്കാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അവരും കൂടെയാണ്. ഇവരെ പോലെ കൾച്ചറലെസ് ഇഡിയറ്റ്സ് താമസിക്കുന്ന ഒരു ഏരിയയിലേക്ക് വേറെ ആരും താമസത്തിന് വരത്തില്ല. ഒന്നാമത്തെ കാര്യം അത്. അപ്പുറവും ഇപ്പുറവും അയലുകൾ ഇഷ്ടം പോലെയുണ്ട്. ഏത്? ഈ പ്രോപ്പർട്ടിക്ക് അപ്പുറത്തേക്കാണ്.